നമ്മുടെയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള നല്ല മാർക്ക് വാങ്ങുന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണെന്നിരിക്കട്ടെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററി ആണെന്നിരിക്കട്ടെ. അപ്പൊ എന്നോട് എന്താ പറയാ, നീ ഹിസ്റ്ററി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ബുദ്ധിമുട്ടുള്ളത് കൂടുതൽ പഠിക്കണം. ശരിക്കും വേണ്ടത് തിരിച്ചാണ്. നിനക്ക് ഏറ്റവും താല്പര്യവും ഇഷ്ടവും മാർക്ക് വാങ്ങുന്നതുമായിട്ടുള്ള സബ്ജക്റ്റ് എന്താണോ അത് പഠിക്കുക. മറ്റേത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ മാറ്റിവെക്കുക. മാത്തമാറ്റിക്സ് ഇഷ്ടമില്ലാത്ത കുട്ടിയെ മാത്തമാറ്റിക്സ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധിപ്പിക്കുന്നതിന് പകരം എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമില്ല, ഞാൻ മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ല. അങ്ങനെ പഠിക്കാതിരിക്കുമ്പോഴും യു ഹാവ് ഓപ്ഷൻസ്, യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. അത് ഇന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഐഡന്റിഫൈ ചെയ്യപ്പെടാത്തതിന്റെ ഒരു കാരണം, നമ്മൾ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അഭിരുചി എന്താണ്, വാട്ട് ഈസ് മൈ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് വിലയിരുത്തിയിട്ടല്ല നമ്മളാരും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അന്തിമഘട്ടത്തിലെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവുക. അപ്പൊ ആ ആപ്റ്റിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഹിസ്റ്ററി, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ലാംഗ്വേജ്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് സയൻസ്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെക്നോളജി, ഈ ഫീൽഡിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും.